MLA.com പരിപാടിയിലേക്ക് ജീവൻ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുരാണ പ്രസിദ്ധമായ സ്ഥലത്താണ്. കൊട്ടാരക്കരയ്ക്കും കിളിമാനൂരിനും മധ്യേ, ഏകദേശം മധ്യത്തിൽ MC റോഡിന് ഇരുവശങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന ചടയമംഗലം എന്ന നിയോജകമണ്ഡലത്തിൽ. അതിൻ്റെ പൗരാണിക പ്രസിദ്ധി എന്ന് പറയുന്നത് രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. രാമായണ കാലത്ത് ജടായുവിൻ്റെ ചിറക് അറ്റുവീണ സ്ഥലം എന്ന് കരുതപ്പെടുന്ന ഒരു ജടായു പാറ ചടയമംഗലത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. ആ ജടായു മംഗലം പിന്നീട് ലോപിച്ച് ചടയമംഗലമായി എന്നാണ് ഇവിടെ ഉള്ള ജനം വിശ്വസിക്കുന്നത്. അതിൻ്റെ പ്രസക്തങ്ങളായ ഭാഗങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ പോകാൻ സമയമില്ല. നമ്മൾ മണ്ഡലത്തിൻ്റെ വികസന സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ തുടർച്ചയായി 2 തവണയായിട്ട് ചടയമംഗലത്ത് നിന്നും കേരള നിയമസഭയിലേക്ക് ജയിച്ച് വന്ന ശ്രീ മുല്ലക്കര രത്നാകരൻ, അദ്ദേഹം മുൻ മന്ത്രി കൂടിയാണ്. ശ്രീ മുല്ലക്കര രത്നാകരനാണ് ചടയമംഗലത്തിൻ്റെ ജനപ്രതിനിധി. ഈ മണ്ഡലം പ്രധാനമായി ഒരു കാർഷിക പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഈ പറഞ്ഞ ജടായു പാറയുമായി ബന്ധപ്പെട്ട് വലിയൊരു ടൂറിസം വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഇവിടെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അവയെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുവാൻ ചടയമംഗലത്തിൻ്റെ MLA ശ്രീ മുല്ലക്കര രത്നാകരൻ. കൊല്ലം ജില്ലയിലെ കിഴക്ക് ഭാഗത്തുള്ള ഗ്രാമീണ സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ് ചടയമംഗലം. സഖ്യസ്ഥാനുക്കൾ അതിരിടുന്നതും നമ്മുടെ ഇടനാട് വന്നു നിൽക്കുന്നതുമായ പുനലൂർ മണ്ഡലവും തിരുവനന്തപുരം ജില്ലയും വടക്കും തെക്കും അതിരുകളായ മണ്ഡലമാണ് ചടയമംഗലം. അപ്പോൾ ഈ മണ്ഡലത്തിലെ വലിയ ജനവിഭാഗം കർഷകരും തൊഴിലാളികളുമാണ്. ഉദ്യോഗസ്ഥരും ഗൾഫിൽ ജോലി ചെയ്യുന്നവരും മറ്റ് പുറത്തുപോയി അധ്വാനിക്കുന്നവരുമായ ഒരു ഗണ്യമായ പങ്ക് ജനങ്ങളുണ്ട്. കാർഷിക മേഖലയുടെ വരുമാനം മുഖ്യ വരുമാനമായ ഒരു മണ്ഡലമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും ആ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടാതുള്ള വിദ്യാഭ്യാസവും ജീവിത രീതിയും അതുമായിട്ടുള്ള സൗഹൃദങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ ഒരന്തരീക്ഷമാണ് മണ്ഡലത്തിൽ പൊതുവേ ഉള്ളത്. ജനപ്രതിനിധി ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നതാണ്, ജനങ്ങളിൽ ഒരാളായി മാറുക എന്നതാണ്, രാഷ്ട്രീയത്തിൽ മാതൃകാപരമായ ഒരു വിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നതാണ്. അത് സത്യസന്ധമായി പുലർത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ചടയമംഗലം മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഞാൻ MLA ആയതിനു ശേഷം ഏറ്റവും അടിസ്ഥാനപരമായി അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അത് 2007 MLA ആയതിനു ശേഷം ആദ്യമായി അവിടെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും എല്ലാത്തിനും A+ കിട്ടിയ കുട്ടികൾക്ക് MLA നടത്തുന്ന മെരിറ്റ് ഈവനിങ് തുടങ്ങിയതാണ്. ഒരുപക്ഷെ ആ മണ്ഡലത്തിൽ നടത്തുന്ന ജയിച്ച് കഴിഞ്ഞാലുള്ള ആദ്യത്തെ മെരിറ്റ് ഈവനിങ് നടത്തുന്നത് MLA മെരിറ്റ് ഈവനിങ് ആണ്. 2007 നടത്തിയപ്പോൾ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും എല്ലാത്തിലും A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം 82 ആയിരുന്നു. ഈ വർഷം നടക്കുമ്പം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും എല്ലാത്തിലും A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം 284. ഇതിൽ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൻ്റെ പൊതുബോധം വളർത്താൻ ഇടപെട്ടിട്ടുണ്ട്. വായനശാലകൾ ഇതുമായി കൂട്ടിക്കൊണ്ടുവരുന്നതിന് പ്രയത്നം നടത്തിയിട്ടുണ്ട്. അധ്യാപക വിദ്യാഭ്യാസ ബന്ധങ്ങൾ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സഹായത്തോടു കൂടി പൂർത്തിയാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു മണ്ഡലമാണ് ചടയമംഗലം മണ്ഡലം. ഞാൻ വന്നതിന് ശേഷം അവിടുത്തെ എല്ലാ സ്കൂളുകളിലും, അതായത് എയ്ഡഡ്
സ്കൂളുകളിലെല്ലാം, അത് പ്രൈവറ്റ് എയ്ഡഡ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും, കമ്പ്യൂട്ടർ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അത് MLA ഫണ്ടിലാണ് കൊടുത്തത്. ഇപ്പം എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിൽ, അത് 33 സ്കൂളുകളാണ്, അവിടെ സ്മാർട്ട് ക്ലാസ് റൂം അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. അത് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ആഴ്ച അത് ഫിറ്റ് ചെയ്ത് തീരും ഈ 33 ഗവൺമെൻറ് സ്കൂളുകളിലും. ഒപ്പം ആസ്തി വികസന ഫണ്ട് കൊണ്ട് ചടയമംഗലം മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെല്ലാം പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നത്, കടക്കൽ അതിൻ്റെ പണി നടക്കുകയാണ്. വയല പഞ്ചായത്തിലെ വയല ഹൈസ്കൂളിൽ അതിൻ്റെ വാർപ്പ് കഴിഞ്ഞു. കുമ്പിൾ സ്കൂളിൽ SSA ഫണ്ടിൻ്റെ പണി 1 കോടി രൂപയുടെ കെട്ടിടം പൂർത്തിയാവുകയാണ്. ചെതറ സ്കൂളിൽ 1 കോടി രൂപയുടെ, 1 കോടി എന്ന് പറഞ്ഞാൽ അത് പ്ലാൻ എടുത്ത് വരുമ്പോൾ 1.5 കോടിയാവും, കെട്ടിടത്തിന് അനുവാദം കൊടുത്തതാണ്. തേവന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിൻ്റെ പണി നടക്കുകയാണ്. നിലമേൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകളിലും, അതായത് UP സ്കൂളിലും, സ്കൂൾ കുട്ടികളെ ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടുവരുന്നതിനൊരു പ്രശ്നം വന്നു. ആ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ, ഈ പ്രൈവറ്റ് സ്കൂളുകൾ പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി സ്കൂൾ ബസ്സുകൾ മേടിച്ച് കുട്ടികളെ കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പം ഗവൺമെൻറ് സ്കൂളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ അവരാശ്രയിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകളെയും KSRTCയും ആയതുകൊണ്ട് ഗവൺമെൻറ് സ്കൂളുകൾ PTA ഒക്കെ വളരെ ശ്രമിച്ച് വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ശ്രമിച്ചിട്ടും ഈ ഒരു പ്രതിസന്ധി അവരുടെ മുമ്പിലുള്ളതുകൊണ്ട് ഇപ്പോൾ ആസ്തി വികസന ഫണ്ടിൽ അത്തരം സ്കൂളുകൾക്കെല്ലാം സ്കൂൾ ബസ് മേടിച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും ഈ ആഴ്ച അതിൻ്റെ ASTS കിട്ടും. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ മുല്ലക്കര രത്നാകരൻ്റെ എതിരാളിയായി മത്സരിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീമതി ഷാഹിദ കമാലായിരുന്നു. ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തെ മണ്ഡലത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വികസനത്തിലേക്കുള്ള മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ചോ അല്ലെങ്കിൽ പിന്നോക്കം പോകുന്നതിനെക്കുറിച്ചോ എന്താണെന്നുള്ളത് വിലയിരുത്തുവാൻ ശ്രീമതി ഷാഹിദ കമാൽ. ചടയമംഗലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് ചടയമംഗലം. ഒപ്പം തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, കുടിവെള്ളം, ഇതിനെല്ലാം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒട്ടേറെ വിഷയങ്ങൾ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഇനിയും അവശേഷിക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരവസ്ഥയാണ്. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളായി വന്നത് പണ്ടേ ഉണ്ടായ പദ്ധതി ചെതറ കുടിവെള്ള പദ്ധതിയാണ്. അത് ചെതറ പഞ്ചായത്ത്, കുമ്മിൾ പഞ്ചായത്ത്, കടക്കൽ പഞ്ചായത്ത്, ഇട്ടിവ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം, നിലമേൽ ചടയമംഗലം പഞ്ചായത്തുകളിലെ കുടിവെള്ളം കൊടുക്കാൻ സംവിധാനം ഉണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ ആ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഈ മടത്തറ മൈലമൂട് പമ്പിംഗ് സ്റ്റേഷൻ മുതൽ മടത്തറ വരെയുള്ള മേഖലകളിൽ എല്ലാ ദിവസവും പൈപ്പ് പൊട്ടുന്നത്, അത് മാറ്റാനുള്ള സംവിധാനം, അതിൻ്റെ ടെൻഡർ നടപടി കഴിഞ്ഞു, അത് ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നടപ്പായി കഴിയുമ്പോൾ അതിൻ്റെ മറ്റ് ഭാഗങ്ങളിലൂടെയുള്ള വർക്ക് തീർന്നാൽ ഈ ചെതറ കുടിവെള്ള പദ്ധതി ആ മേഖലകളെ സംബന്ധിക്കുന്ന ഒരു പദ്ധതിയാവും. ഒപ്പം വരുന്ന പദ്ധതിയാണ് കൊളത്തൂപ്പുഴ കുടിവെള്ള പദ്ധതി. അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് രൂപീകരിച്ച പദ്ധതിയാണ്. അതിൻ്റെ ഏരൂർ പഞ്ചായത്ത്, അലൈമൺ പഞ്ചായത്ത്, ഇട്ടിവ പഞ്ചായത്ത്, ഈ 3 കൊളത്തൂപ്പുഴ പഞ്ചായത്ത്, ഈ 4 പഞ്ചായത്തിൽ 2 പഞ്ചായത്ത് പുനലൂർ മണ്ഡലത്തിലും 2 പഞ്ചായത്ത് ചടയമംഗലം പഞ്ചായത്തിലുമാണ്. അതിലവസാനം ഒരു പ്രതിസന്ധി വന്നത് ഈ ഇട്ടിവ പഞ്ചായത്തിൽ ഈ വെള്ളം ശേഖരിക്കുന്നതിനുള്ള ടാങ്ക് കിട്ടുന്നതിന് പൊക്കമുള്ള സ്ഥലത്ത് ഒരു 5 സെൻറ്റ് സ്ഥലത്തിൻ്റെ പ്രശ്നം വന്നു. 2 സ്ഥലത്താണ് ഇത് കെട്ടേണ്ടത്. ഒരു സ്ഥലത്ത് സ്ഥലം പഞ്ചായത്ത് മേടിച്ചു, മറ്റേ സ്ഥലത്ത് സ്ഥലത്തിൻ്റെ പ്രശ്നം വന്നപ്പം ആ പഞ്ചായത്തിലെ ഏറ്റവും പൊക്കമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈ വയല ഗവൺമെൻറ് സ്കൂൾ ഇരിക്കുന്നത്. വയല ഗവൺമെൻറ് സ്കൂൾ സ്ഥലത്ത് നിന്ന് അവിടെയും കുടിവെള്ളം കുട്ടികൾക്ക് പ്രയാസമുള്ളൊരു സ്ഥലമാണ്. 5 സെൻറ്റ് സ്ഥലം കിട്ടാനും അതിൻ്റെ നിയമസഭയിൽ തന്നെ സബ്മിഷൻ വന്നു. വിദ്യാഭ്യാസ വകുപ്പ് അനുകൂലമായിട്ട് എഴുതി. ഇപ്പോഴതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇനി റവന്യൂ വകുപ്പിൽ നിന്ന് ഒരു അനുവാദം കൂടെ കെട്ടിയാൽ, ഒരു ടാങ്ക് കെട്ടിക്കഴിഞ്ഞു, മറ്റേ ടാങ്കും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഈ പദ്ധതി കൊണ്ട് എൻ്റെ മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കും. ജടായുപ്പാറ നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ അവസാനമായി 185 കോടി രൂപ ചിലവാക്കി BOT ഇപ്പോൾ ഉദ്ഘാടന സമയം അതിന് ഉദ്ഘാടനം നടത്തുന്നതിനുള്ള അവസരത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ
5000 വർഷം പഴക്കമുള്ള കോട്ടുക്കൽ ഗുഹാക്ഷേത്രം, ഇതൊക്കെ ഇന്ത്യയുടെ ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചിരിക്കുന്ന സ്ഥലമാണ്. തീർച്ചയായും മറ്റ് ടൂറിസം മേഖലയുമായി ഇവയെ കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചടയമംഗലം നിയോജക മണ്ഡലത്തെ നല്ല ഒരു ടൂറിസം മേഖലയാക്കി മാറ്റുവാൻ സാധിക്കും. ചടയമംഗലത്തിൻ്റെ മുഖച്ഛായ മാറുന്ന തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന ടൂറിസത്തിന് സാധ്യതയുള്ളതാണ് ചടയമംഗലം ജടായുപ്പാറ ടൂറിസം. അത് 90 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് അവസാനം ക്യാബിനറ്റ് അംഗീകരിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടപ്പാകുന്ന ഒരു പ്രോജക്റ്റാണ്. ഒരുപക്ഷെ അതിൻ്റെ ആദ്യ ഫേസ് ഈ ഡിസംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. അതിനകത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൾപ്ചറാണത്. അതിനകത്ത് സിനിമാ തിയേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനമാണ്. ആ സംവിധാനം ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രം ഉൾപ്പെടെ അതിനകത്ത്, അതായത് നമ്മുടെ ട്രഡീഷൻ മുഴുവൻ നിലനിർത്തുന്നതും അവിടെ ഭൂമി ഏറ്റെടുക്കേണ്ട ഉണ്ടായിരുന്നു, പ്രൈവറ്റ് ആളുകളുടെ കയ്യിലായിരുന്നു. അതെല്ലാം ഏറ്റെടുത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയായി അതിൻ്റെ പ്രവർത്തനം വളരെ വലിയ തരത്തിൽ നടന്നു വരികയാണ്. അത് ഉദ്ഘാടനം ചെയ്യുമ്പം ചടയമംഗലം ലോക ടൂറിസം മാപ്പിൽ ഉൾപ്പെടുന്ന ഒന്നാവും. രണ്ടാമത്തത് കടയ്ക്കൽക്കാരുടെ ഒരു നിരന്തരമായ ആവശ്യമായിരുന്നു കടയ്ക്കൽ മിനി സിവിൽ സ്റ്റേഷൻ. കടയ്ക്കൽ മിനി സിവിൽ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നു. മൂന്നാമത്തായിരുന്നു കടയ്ക്കൽ ഹോസ്പിറ്റൽ. കടയ്ക്കൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന താലൂക്ക് ഹോസ്പിറ്റൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളും MLAയും ഗവൺമെൻറ്റും എല്ലാമായി ചേർന്ന് ആ ഹോസ്പിറ്റലിൻ്റെ പശ്ചാത്തല സൗകര്യം മുഴുവൻ ഒരുക്കിയിട്ടുണ്ട്. ഈ 4-ാം തീയതി ഒരു 2 നില കെട്ടിടത്തിൻ്റെ, അത് ഗവൺമെൻറ് ഫണ്ട് കൂടിയാണ്, 2 നില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. പക്ഷേ ആ ഹോസ്പിറ്റലിനൊരു പ്രശ്നമുണ്ട്. 16 തവണയാണ് ആ ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരെ തരണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. 2 തവണയാണ് ആ ഹോസ്പിറ്റലിന് വേണ്ടി ഇവിടെ നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നത്. എല്ലാം ഈ ഡോക്ടർമാർക്ക് വേണ്ടിയാണ്. മറ്റെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴും ഒരു ഡോക്ടറിന് എല്ലാ ദിവസവും 1000-ലധികം OP ഉള്ള ഒരു ഹോസ്പിറ്റലിന് ഇപ്പോൾ 6 ഡോക്ടർമാരാണുള്ളത്. മിനിമം ഒരു 14 ഡോക്ടർമാരും ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പ്രവർത്തിക്കാനൊക്കെ അല്ലേ. അവിടെ സത്യത്തിൽ പിന്നെ കാഷ്വാലിറ്റി ഇല്ലാത്തതാണ്. പക്ഷേ നാട്ടുകാരുടെ താല്പര്യം കൊണ്ട് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് ഒരു കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ് കടയ്ക്കൽ താലൂക്ക് ഹോസ്പിറ്റൽ. അതും നിങ്ങൾ അവിടുത്തെ പശ്ചാത്തല സൗകര്യ വികസനം എല്ലാം 4 വർഷം കൊണ്ട് ഉണ്ടായതാണ്. ഒപ്പം ചടയമംഗലം മണ്ഡലത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ജലസംരക്ഷണ താല്പര്യം വരുന്നതിന് മുമ്പേ ചടയമംഗലം മണ്ഡലത്തിലെ എല്ലാ കുളങ്ങളും പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി KLDCയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുളങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടതും അതിൽ 3-4 എണ്ണം പുനരുദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞു. കടയ്ക്കൽ കുളം ഉൾപ്പെടെയുള്ള വലിയ കുളങ്ങൾ അവിടെ 1,35,00,000 ഒരു പുനരുദ്ധരിക്കൽ പ്രോജക്റ്റാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു, ഒരാൾ ടെൻഡർ എടുത്തു, അതിൻ്റെ നടപടി തുടങ്ങാൻ പോവുകയാണ്. 3 കുളങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ജില്ലാ പഞ്ചായത്തിൻ്റെ ചില കുളങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ജലസംരക്ഷണത്തിൻ്റെ മാതൃകാപരമായ കുളങ്ങൾ സംരക്ഷിക്കുക എന്ന മുഖ്യ പരിപാടി അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ചടയമംഗലം മണ്ഡലം. ചടയമംഗലം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലവും അതുപോലെ തന്നെ ഇളമാടുമായി ബന്ധിക്കപ്പെടുന്ന ഒരു പെരപ്പയം പാലത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുവാനും വാദിക്കുവാനും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഒരു 5 പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. ഇന്നും അത് പൂർത്തിയായിട്ടില്ല എന്നുള്ളത്, അതിന് തുടക്കം കുറിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. 2006 മുതൽ ആ പെരപ്പയം പാലത്തിൻ്റെ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള ഫയൽ നീക്കവും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളും മുന്നോട്ട് പോവുകയാണ്. 2008 ഗവൺമെൻറ് സമ്മർദ്ദം, അന്ന് ഞാൻ മന്ത്രി കൂടിയാണ്, സമ്മർദ്ദപ്രകാരം 5 കോടി രൂപ നബാർഡ് അനുവദിച്ചതാണ്. പക്ഷേ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വന്നു. 2010 ഭൂമി ഏറ്റെടുക്കലിന് പ്രത്യേക സാങ്ഷൻ ഗവൺമെൻറ് ക്യാബിനറ്റ് തന്നെ അംഗീകരിച്ച് കൊടുത്താണ്. കളക്ടർക്ക് ബന്ധപ്പെട്ടവരെ വിളിച്ചുകൂട്ടി അത്യാവശ്യം വില നിശ്ചയിച്ച് കൊടുത്ത് ഏറ്റെടുക്കാവുന്ന, അതനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി. പക്ഷേ അപ്പുറത്തേക്ക് അതിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ് കൂടി. പ്രോജക്റ്റ് കോസ്റ്റ് 5 കോടിയിൽ നിൽക്കാതായി. അത് 11 കോടിയിലധികം രൂപയായി. ഇപ്പം ഗവൺമെൻറ് അതിനെക്കുറിച്ച് 3-4 ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 10.95 കോടി രൂപ നബാർഡ് അനുവദിച്ച് അതിൻ്റെ മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി. നിയമസഭയിൽ ഇപ്പോഴും ഒരു സബ്മിഷന് മറുപടിയായി പറഞ്ഞത് ഈ ആഴ്ച അതിൻ്റെ TS കൊടുക്കുമെന്ന്. അപ്പോൾ അത് അവിടുത്തെ 2 പഞ്ചായത്തുകളെ,
ഇളമാട് പഞ്ചായത്തിനെയും വെളുന്നല്ലൂർ പഞ്ചായത്തിനെയും ചടയമംഗലം പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും കുറുക്ക് വഴി ഒരു പാതയാണ്. അതിനാണ് ഈ പാലം ആവശ്യമായി വരുന്നത്. അക്കരെ ഇക്കരെ റോഡുണ്ട്. ആ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഈ ചടയമംഗലത്തുകാരുടെ നിതാന്തമായ ഒരാഗ്രഹമാണ്, എത്രയോ കാലമായി നിൽക്കുന്ന ആഗ്രഹമാണ്. അവർക്ക് ഇലവ് പാലത്ത് നിന്ന് കൊട്ടാരക്കര താലൂക്ക് ആസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ 54 കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പം കേരളത്തിലെ താലൂക്ക് വിഭജനത്തിൻ്റെ എല്ലാ രേഖകളിലും ഉള്ളത് കൊട്ടാരക്കര താലൂക്ക് വിഭജിച്ച് കിഴക്കൻ മേഖല കേന്ദ്രമാക്കി ചടയമംഗലം മണ്ഡലം ആസ്ഥാനമാക്കി ഒരു താലൂക്ക് ഉണ്ടാക്കണമെന്നാണ്. സത്യത്തിൽ ഈ ഗവൺമെൻറ് താലൂക്ക് വിഭജനം വന്നപ്പം ആ റിപ്പോർട്ടുകളെല്ലാം മറികടന്ന് രാഷ്ട്രീയമായി ഒരു അവഗണന ചടയമംഗലത്തോട് കാണിച്ചത് ഏതെങ്കിലും ഇടതുപക്ഷത്തിന് മാത്രമല്ല, അത് ചടയമംഗലത്തെ മുഴുവൻ മനുഷ്യർക്കും പ്രതിഷേധമുള്ള കാര്യമാണ്. ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ എൻ്റെ സ്വന്തം പഞ്ചായത്തായ ഇട്ടിവ പഞ്ചായത്തിൽ കോട്ടുക്കൽ 20 ഏക്കർ സ്ഥലം സ്പോർട്സ് അക്കാഡമിക്ക് വേണ്ടി ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ MLA ആയിരുന്നപ്പോൾ 100 രൂപ പാട്ടത്തിന് വെച്ച് സ്പോർട്സ് കൗൺസിലിന് സ്പോർട്സ് അക്കാഡമിക്ക് വേണ്ടി കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ തുടർന്ന് വന്ന MLA അത് സ്പോർട്സ് കൗൺസിലിൻ്റെ പേരിലേക്ക് ആ സ്ഥലം മാറ്റിയതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ട്. ഈ വനിതാ സ്പോർട്സ് അക്കാഡമിയാണ് കോട്ടക്കൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് അതിനു മുമ്പ് തന്നെ അതിൻ്റെ ആഗ്രഹവും നടപടിക്രമങ്ങളും ഒക്കെ തുടങ്ങിയതാണ്. പക്ഷേ ഭൂമിയില്ലായിരുന്നു. കൃഷിമന്ത്രി എന്ന നിലയിൽ ഞാൻ തന്നെ മുൻകൈയെടുത്ത് ക്യാബിനറ്റ് തീരുമാനിച്ച് കോട്ടുക്കൽ ഫാമിൽ നിന്ന് 20 ഏക്കർ ഭൂമി വിട്ടുകൊടുത്ത് സായിക്ക് അത് കൈമാറിയത് അന്നത്തെ മുഖ്യമന്ത്രി VS കോട്ടുക്കൽ വന്ന ഒരു യോഗത്തിലാണ്. അന്നത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി വിജയകുമാറും വന്നിരുന്നു. അതെല്ലാം വിട്ടുകൊടുത്ത് വേലി കെട്ടി തിരിച്ച് സായിക്ക് കൈമാറിയിട്ടും അത് സായി ഏറ്റെടുത്ത് നടപടിക്രമങ്ങൾ തുടങ്ങിയില്ല. എന്നാൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത്, കഴിഞ്ഞതെന്ന് വെച്ചാൽ ഈ കാലത്ത് UPA ഗവൺമെൻറ് കാലത്ത് സംഭവിച്ചത്, UPA ഈ വനിതാ സ്പോർട്സ് അക്കാഡമി എന്ന് പറയുന്ന സങ്കല്പം തന്നെ അവരുടെ നയത്തിൽ ഇല്ലാതാക്കി. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പം അദ്ദേഹം നിയമസഭയിൽ സബ്മിഷന് മറുപടിയായി പറഞ്ഞത് ആ സങ്കല്പം ഇല്ല, അതുകൊണ്ട് പൊതു സ്പോർട്സ് അക്കാഡമി എന്ന സങ്കല്പം വേണമെങ്കിൽ ആലോചിക്കാം. അതിനും അനുകൂലമായി ഈ കൃഷി ഫാം എന്ന് പറയുന്ന ജില്ലാ ഫാമാണ്. ജില്ലാ പഞ്ചായത്തും അനുകൂലമായി എഴുതി കൊടുത്തു, അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് എഴുതി കൊടുത്തു, ഞാനും എഴുതി കൊടുത്തു. നിർഭാഗ്യവശാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഭൂമി ഉപയോഗിക്കാതെ കിടക്കുന്നതാണെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം. ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് ക്യാമറ കണ്ണു തുറക്കുന്നു. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ക്ലബ്ബായ മുൻ ഇന്ത്യൻ താരം K അജയൻ്റെ ക്ലബ്ബായ ഈ മഹാത്മയ്ക്ക് 25 വർഷങ്ങൾ ആയി ഉള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ച് വളരെ മനോഹരമായൊരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചു തന്നത് മുല്ലക്കര രത്നാകരൻ MLA ആണ്. MLAയുടെ സാന്നിധ്യവും പങ്കാളിത്തവും ഉണ്ട്. പക്ഷേ വികസന കാര്യങ്ങളിൽ ചടയമംഗലം നിയോജകമണ്ഡലം ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ചടയമംഗലം ജടായു പാറ, അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങിയാണ്. പിന്നെ അതുപോലെ തന്നെ നിലമേൽ PHC സെൻറ്റർ, അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. വളരെ നല്ല രീതിയിൽ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയാണ്. അതിലൊക്കെ ബഹുമാനപ്പെട്ട MLAയുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട കാര്യങ്ങളാണ്. ജടായിപ്പാറ ടൂറിസം പദ്ധതി എന്തുകൊണ്ടും കേരള ഗവൺമെൻറ്റിന് അഭിമാനിക്കാവുന്ന, അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിന് അഭിമാനിക്കാവുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. ഇതിൻ്റെ ഒരു മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ സാങ്കേതികതയും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് സാധനം എത്തിക്കാനുള്ള സാധന സാമഗ്രികൾ എത്തിക്കാനുള്ളതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണിത് ഇത്രയും കാലം ഇതിങ്ങനെ കുറച്ച് ഒന്ന് സ്ലോ ആയിപ്പോയത്. പക്ഷേ ഈ വർഷം ഞങ്ങളിത് പൂർണ്ണമായും പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കാനാണ്, നാടിന് സമർപ്പിക്കാനാണ് ഞങ്ങളുടെ കൂട്ടായ ശ്രമം. നമ്മൾ കുമ്മൾ ഗ്രാമപഞ്ചായത്തിൽ ദർപ്പക്കാട് വാർഡിൽ സ്വയം പര്യാപ്തത ഗ്രാമം
എന്നറിയപ്പെടുന്ന ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ കൃഷി വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ MLAയുമായ പിന്നെ മുല്ലക്കര രത്നാകരൻ സാറിൻ്റെ ഒരു പുതിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ 1 കോടി രൂപ ഇവിടെ അനുവദിക്കുകയും അതിൽ 100 വീടോളം കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ പ്ലംബിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വായനയിലൂടെ ഗ്രാമവികസനവും സാംസ്കാരിക വികസനവും പുരോഗതിയും കൈവരിക്കുന്ന ഒരു ജനതയാണ് ഇട്ടിവയിലുള്ളത്. ഈ നിലയിൽ ഇട്ടിവ പഞ്ചായത്തിനെ അല്ലെങ്കിൽ ചടയമംഗലം നിയോജകമണ്ഡലത്തിനെ വളർത്തിയെടുക്കുന്നതിൽ ഈ നാടിനെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള നിയമസഭാ സാമാജികന്മാരായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരും എല്ലാം തന്നെ വലിയ പങ്കുവച്ചിട്ടുള്ളവരാണ്. സന്മാർഗദായിനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്ന പേരുകളിലൊന്നാണ് ശ്രീ മുല്ലക്കര രത്നാകരൻ. അദ്ദേഹം മികച്ച വായനക്കാരനാണ്. ഞങ്ങളുടെ ഗ്രന്ഥശാലയിലെ 123 ആയുഷ്കാല അംഗങ്ങളിൽ ഒരാളാണ് മുല്ലക്കര. സംസ്ഥാനത്തെ നീർത്തട പരിപാലന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏക പരിശീലന കേന്ദ്രമാണ് ചടയമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രം. ബഹുമാനപ്പെട്ട ചടയമംഗലം MLA ശ്രീ മുല്ലക്കര രത്നാകരൻ സാറിൻ്റെ തീവ്രമായ ശ്രമഫലമായി ഈ കേന്ദ്രത്തിൻ്റെ 2ാം ഘട്ട വികസനത്തിനായി 2,25,00,000 രൂപ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. 9 വർഷക്കാലം എൻ്റെ ആരോഗ്യത്തിനൊപ്പിച്ച്, എൻ്റെ അറിവിനൊപ്പിച്ച്, എൻ്റെ കഴിവിനൊപ്പിച്ച് കുറച്ചൊക്കെ ത്യാഗം സഹിച്ച് തന്നെ വിശുദ്ധി ഒട്ടും നഷ്ടപ്പെടാതെ ജനങ്ങളോടൊപ്പം, പ്രത്യേകിച്ച് ജനങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവരോടൊപ്പം, നിഷ്കളങ്കരായ കുട്ടികളോടൊപ്പം, ഗ്രാമീണ മനസ്സുള്ള മനുഷ്യരോടൊപ്പം, അതിൽ വ്യക്തിപരമായി ഞാൻ ചെയ്തതൊന്നും എത്ര കുട്ടികളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്, എൻ്റെ ശമ്പളം എങ്ങനെ വിനിയോഗിച്ചിട്ടുണ്ട്, എനിക്ക് അന്ന് എത്ര സമ്പത്തുണ്ടായിരുന്നു, ഇപ്പോഴെത്രയുണ്ട്, എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്. ഒരു മന്ത്രിമാരായിരിക്കുമ്പോൾ സ്വാഭാവികമായി ശമ്പളം മാത്രം കൂട്ടിവെച്ചാൽ എത്രയാവുമെന്നൊക്കെ ജനങ്ങൾക്കറിയാം. ഇത് ചടയമംഗലത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനിയില്ലെങ്കിലും ഞാൻ തൃപ്തനാണ്. ആ മണ്ഡലത്തിലെ സാധാരണ മനുഷ്യരുടെ ഉള്ളിലും കുട്ടികളുടെ ഉള്ളിലും എൻ്റെ കരുത്തും എൻ്റെ വിശുദ്ധിയും എൻ്റെ സത്യസന്ധതയും എൻ്റെ കഴിവും എനിക്ക് വേണ്ടിയല്ലാതെ അവർക്ക് വേണ്ടി എൻ്റെ സമ്പത്തും ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് അവരുടെ ഉള്ളിലെ ഒരു സത്യമാണെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് ഞാൻ തൃപ്തനാണ്. MLA.com പരിപാടി ഇവിടെ ഇപ്പോൾ സമാപിക്കുന്നു. നമ്മൾ ചടയമംഗലത്തോട് വിട പറയുകയാണ്. ഇനി മറ്റൊരു മണ്ഡലത്തിലെ വികസന വിശേഷങ്ങളുമായി MLA.com പരിപാടി ജീവൻ TV-യിൽ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.